അതിലെ ദുരന്ത മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം അദ്ദേഹം പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി കാണും. പിന്നീട് ഉന്നതതല യോഗവും നടക്കും. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഇറങ്ങിയതിനു ശേഷം ദുരന്ത സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടി മരിച്ച ഒരു വിമാന ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ണാണ് ഗുജറാത്ത്. ആ മണ്ണിലാണ് ഇത്രയും വലിയൊരു ആകാശ ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുക. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, ഒരുപക്ഷെ മകളെ കാണാൻ പോയ മുൻ മുഖ്യമന്ത്രിക്ക് ഈ അപകടം പിണഞ്ഞു. മകളും ഭാര്യയും ഇപ്പോൾ ഈ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. BJP നേതാവ് വിജയ് റൂപാണി BJP ശക്തിപ്പെടുന്നതിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ വളരെ കൂടുതലായിരുന്നു. SKN, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തി. അദ്ദേഹം ഈ അപകട സ്ഥലത്തേക്ക് പോകും. അദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കാണും. വിജയ് റൂപാണിയുടെ ബന്ധുക്കളെ കാണും. അദ്ദേഹം അവിടെ ഒരു ഉന്നതതല യോഗത്തിലും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമൊക്കെയായിരുന്നു വിജയ് റൂപാണി ഇന്നലെ ലണ്ടനിലേക്ക് ഭാര്യയും മകളെയും കാണാനുള്ള യാത്രക്കിടെയാണ് അദ്ദേഹത്തിന് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഈ വിമാനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് സ്ഥിരീകരിക്കാൻ കുറച്ച് വൈകി. BJP പ്രവർത്തകരൊക്കെയാണ് ഒടുവിൽ ആ വിമാനത്തിൽ അദ്ദേഹം കയറിയെന്നും അദ്ദേഹത്തെ യാത്രയാക്കിയത് BJPയുടെ അവിടുത്തെ സംസ്ഥാന ഓഫീസിൻ്റെ ചാർജുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചു എന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് കാണുകയും ചെയ്തു. ആ വിമാനത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു ദൃശ്യവും ഒരു ചിത്രവും പിന്നീട് പുറത്തു വന്നു. അത് മറ്റൊരു തരത്തിൽ ആ സംസ്ഥാനത്തെ സംബന്ധിച്ച്, ഗുജറാത്തിനെ സംബന്ധിച്ച് ഇരട്ടി ആഘാതമാവുകയും ചെയ്തു. ആ വിവരം പ്രധാനമന്ത്രി ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ഈ വിജയ് റൂപാണിയുടെ ബന്ധുക്കളെ കാണും, ആശുപത്രിയിൽ പോകും, ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ മേഖലയിൽ ഈ വിമാനം തകർന്നു വീണ സ്ഥലത്ത് ഉണ്ടായ അപകടം ഒരുപക്ഷെ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത് മറ്റൊരു തരത്തിൽ വലിയ ഇടപെടൽ വേണ്ടുന്ന ഒരു മേഖല കൂടിയാണ്. ഇടത്തരക്കാരൊക്കെ താമസിക്കുന്ന, സാധാരണക്കാരായ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ജനവാസ മേഖല കൂടിയായിരുന്നു ആ ചുറ്റുപാടും ഉണ്ടായിരുന്നത്. ആ മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് പിന്നീട് വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇന്നലെ തുടക്കത്തിൽ അഹമ്മദാബാദിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കിയത് വിമാനം ജനവാസ മേഖലയിലല്ല, ജനവാസ മേഖലയിലോട് ചേർന്നുള്ള ഒരു തുറസായ സ്ഥലത്താണ് തകർന്നു വീണത് എന്നതായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഇത്രയും വലിയ ആഘാതം ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നത് കണ്ടെത്തിയിരുന്നില്ല. പിന്നീട് വന്ന ചില ദൃശ്യങ്ങളാണ് ഈ ഹോസ്റ്റലിനകത്തേക്ക് വിമാനം ഇടിച്ച് ഇറങ്ങുകയും ആ ഹോസ്റ്റലുകൾ, അവിടുത്തെ 2 ഹോസ്റ്റലുകളാണ്, മെഡിക്കൽ കോളേജിൻ്റെ 2 ഹോസ്റ്റലുകൾ, റെസിഡൻറ്റ് എന്ന് വെച്ചാൽ പ്രദേശവാസികൾ താമസിക്കുന്നതിന് പുറത്തുണ്ടായിരുന്ന 2 ഹോസ്റ്റലുകൾ, ജൂനിയർ ഡോക്ടേഴ്സും മെഡിക്കൽ വിദ്യാർത്ഥികളും താമസിക്കുന്ന 2 ഹോസ്റ്റലിലും സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഹോസ്റ്റലിൽ ജൂനിയർ ഡോക്ടേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. അവിടെ ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനുമൊക്കെ വന്ന ജൂനിയർ ഡോക്ടേഴ്സാണ് ഈ അപകടത്തിൽ പെട്ടത്. ഇപ്പോൾ അച്യുതൻ ഒരു വിവരം അറിയിക്കുന്നു. ഈ അപകടം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം എത്തി എന്നുള്ളതാണ്. പരിശോധനയ്ക്കായിട്ട് വിദഗ്ധ സംഘം ഈ അപകടത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫോറൻസിക് വിഭാഗം ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരന്ത മണ്ണിൽ നിന്ന് ഞങ്ങളുടെ വാർത്താ വിഭാഗത്തിൻ്റെ മുംബൈയിലെ മേധാവി ശ്രീനാഥ് ചന്ദ്രൻ കൂടി തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഈ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ വിജയ് റൂപാണിയുടെ ഭാര്യയും മകളും അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN, ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഫോറൻസിക് സംഘം, ഗാന്ധിനഗറിൽ നിന്നുള്ള ഫോറൻസിക് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത്. NDRFിൻ്റെ സംഘം രാവിലെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ മുഴുവൻ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാകൂ എന്ന് NDRFിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണവും ആ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. NDRFിൻ്റെ നായ്ക്കളെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അവശിഷ്ടങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ആ നായ്ക്കളുടെ സേവനം അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഏതായാലും വിജയ് റൂപാണിയുടെ ഭാര്യ ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി അവരെ സ്വീകരിക്കുകയും ഇങ്ങോട്ടേക്ക് അവരുടെ വസതിയിലേക്ക് അനുഗമിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പ്രധാനപ്പെട്ട
മന്ത്രിമാരൊക്കെ ഒരുമിച്ച് എത്തുന്നു എന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. വിമാനത്താവളത്തിലേക്ക് അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി CR പാട്ടീൽ എത്തിയിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് അദ്ദേഹം എത്തിയത്. ഒപ്പം സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ റാം മോഹൻ നായിഡുവും അദ്ദേഹവും എത്തിയിട്ടുണ്ട്. ഒപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഇപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക്, ആഭ്യന്തര ടെർമിനലിലേക്ക്, വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി അങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഒരു അടിയന്തര യോഗം ചേരുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മന്ത്രിമാർ, ഒപ്പം മുഖ്യമന്ത്രിയൊക്കെ തന്നെ വിമാനത്താവളത്തിലേക്ക് നേരിട്ട് എത്തിയ ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി അവിടെ നിന്ന് തന്നെ ഒരു യോഗം ചേർന്നതിന് ശേഷം അവരോടൊപ്പമായിരിക്കും ഇങ്ങോട്ടേക്ക് ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുക. നേരിട്ട് ദുരന്ത മേഖലയിലേക്കാണോ അല്ല ആശുപത്രിയിലേക്കാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും രണ്ടിടങ്ങളിലും അദ്ദേഹം നേരിട്ടെത്തും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം ദുരന്ത മേഖലയിൽ വന്ന് അവിടെ ഉള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം അത് നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ കൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ഒരു നടപടി. അതിനുശേഷം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ അടക്കം നേരിട്ട് സന്ദർശിച്ച് അവർക്ക് പിന്തുണയും ഒക്കെ തന്നെ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. ആ കാര്യത്തിലും ഒരു ഉറപ്പ് ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് കേന്ദ്രത്തിൻ്റെ കൂടുതൽ സഹായം എന്തെങ്കിലും ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സമിതിയെ അതേക്കുറിച്ച് പഠിച്ച് ഒരു പുതിയ പ്രോട്ടോക്കോളുകൾ തയ്യാറാക്കാൻ നിർദ്ദേശിക്കാനുള്ള ഒരു സമിതിയെ നിയോഗിക്കുന്നുണ്ട്. ആ സമിതിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിലവിലെ അന്വേഷണത്തിൻ്റെ ഗതി അത് ഏത് തരത്തിലാണ് എന്നതൊക്കെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തും എന്നതും നമ്മൾ അറിയുന്നു. ആ തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ നടപടികൾ. ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയുടെ ഗാന്ധിനഗറിലെ വസതി, അദ്ദേഹം യഥാർത്ഥത്തിൽ രാജ്കോട്ടിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ സ്വദേശവും അദ്ദേഹത്തിന്റെ തട്ടകവും സൗരാഷ്ട്ര മേഖലയിലെ രാജ്കോട്ടാണ്. അദ്ദേഹം ഈ ഗാന്ധിനഗറിലേക്ക് വന്ന് വിജയ് റൂപാണിയുടെ വസതിയിലേക്ക് വന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കാനും സാധ്യതയുണ്ട്. ആ തരത്തിലായിരിക്കും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഫോറൻസിക് സംഘം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. NDRF സംഘമുണ്ട്. ഒപ്പം അവരുടെ നായ്ക്കളെയും എത്തിച്ചിട്ടുണ്ട് NDRF സംഘം. ആ തരത്തിൽ തെരച്ചിൽ നടത്തുന്നു. ഇത് ഏതെങ്കിലും ആരെങ്കിലും അപകടത്തിൽപ്പെട്ട ആരെങ്കിലും കണ്ടെത്താൻ ഇവിടെ നിന്ന് കഴിയും എന്നൊരു പ്രതീക്ഷ ഏതായാലും ഈ അന്വേഷണ ദൗത്യ സംഘത്തിനൊന്നും തന്നെ ഇല്ല എന്നതാണ് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ കൃത്യം ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് ജീവനോടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് കഴിഞ്ഞു എന്നതാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് 8 മണിക്ക് ശേഷം കാര്യമായ തെരച്ചിലൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. JCBകളുടെ ഒക്കെ തന്നെ പ്രവർത്തനം നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ശ്രമം തുടങ്ങും. ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള നിർണായകമായ ഈ മേഖലയിൽ നിന്ന് ലഭിക്കേണ്ട നിർണായകമായ വസ്തുക്കളൊക്കെ തന്നെ ഇതിനോടകം ലഭിച്ചു. അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിലൊക്കെ മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കോർപ്പറേഷന്റെ അടക്കം നേതൃത്വത്തിൽ ഇവിടെയുള്ള അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ നീക്കേണ്ടതുണ്ട്. ഈ കോംപ്ലക്സിലാകെ തന്നെ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കിടക്കുന്നത്. ഒരു ഉഗ്ര സ്ഫോടനം നടന്ന ഒരു ദുരന്ത ഭൂമിയാണ്. അതുകൊണ്ട് അവിടെ കുറച്ചധികം ശ്രമപ്പെട്ട ജോലി ഉണ്ടാകും ഇതൊക്കെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നത്. ഏതായാലും പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ വിവരങ്ങൾ നൽകുന്നത്.